നഗരൂർ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെയുണ്ടായ യൂത്ത് കോൺഗ്രസ് അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അഫ്സലിൻ്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. മുഖത്ത് സാരമായി പരിക്കേറ്റ മുഹമ്മദിൻ്റെ പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞു. സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതികളെ ഇന്ന് തെളിവെടുപ്പിനായി എത്തിക്കുന്നുണ്ട്. വിവരങ്ങളുമായി സുലേഖ ചേർന്നു. സുലേഖ, ആദ്യം ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അജിംഷാദ്, ഈ യൂത്ത് കോൺഗ്രസ് അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കഴിയുന്ന അഫ്സലിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ നമുക്ക് തരുന്ന വിവരം എന്ന് പറഞ്ഞത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് അഫ്സൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം വരെ വെന്റിലേറ്ററിലായിരുന്ന അഫ്സൽ ഇന്ന് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഇന്ന് വലിയ രീതിയിൽ മറ്റ് സുഹൃത്തുക്കളും അതിനൊപ്പം തന്നെ ബന്ധുക്കളും ഒക്കെ തന്നെയും അഫ്സലിനെ വിളിക്കുന്ന സമയത്ത് അതിനോട് പ്രതികരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് വലിയ രീതിയിൽ ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ്. അതിനൊപ്പം തന്നെ മുഖത്ത് പരിക്കേറ്റിരുന്നു ഒരാൾക്ക്. അവരുടെ പ്ലാസ്റ്റിക് സർജറി ഇന്നലെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അതിനൊപ്പം തന്നെ തോളെല്ല് പൊട്ടിയവരുടെയും കാലില് എല്ല് പൊട്ടിയവരും ഒക്കെ ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെയുണ്ടായ യൂത്ത് കോൺഗ്രസ് അക്രമത്തിൽ 8ഓളം വരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കാണ് വലിയ രീതിയിലുള്ള പരിക്കുകൾ ഏറ്റിരുന്നത്. ഇവരൊക്കെ തന്നെയും ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ഒപ്പം അനന്തപുരി ആശുപത്രിയിലുമായിട്ടാണ് ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചികിത്സയിൽ കഴിയുന്നത്. അതിനൊപ്പം തന്നെ ഈ കസ്റ്റഡിയിലുള്ള പ്രതികളെ ഇന്ന് തെളിവെടുപ്പിന് എത്തിക്കുമെന്നാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. മുഴുവൻ പ്രതികളും, അതായത് 11 പ്രതികളാണ് നിലവിൽ ഈ കേസിൽ പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഇവരെ ഇന്ന് തെളിവെടുപ്പിന് എത്തിക്കുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഈ പ്രതികൾ ഈ അക്രമം നടത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ച ആയുധങ്ങൾ, അതിനൊപ്പം തന്നെ ഈ സ്ഥലത്തേക്ക് ആലിൻമൂടി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് അക്രമം ഉണ്ടായത്. ഈ സ്ഥലത്ത് ഈ പ്രതികൾ എത്താൻ വേണ്ടി ഉപയോഗിച്ച വാഹനങ്ങൾ, ഇതൊക്കെ തന്നെയും കണ്ടെടുക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഇത് കണ്ടെടുക്കുന്നതിനുള്ള തെളിവെടുപ്പുകൾ, അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യലുകളും, വിശദമായുള്ള ചോദ്യം ചെയ്യലും ഇന്ന് നടക്കുമെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട നേരത്തെ ഒരു കാറും ഒരു ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അതിനൊപ്പം തന്നെ ഇനിയും ഒരു 30ഓളം വരുന്ന സംഘമാണ് ഇത്തരത്തിലുള്ള ഒരു മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഏകപക്ഷീയമായ അക്രമം ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ ഈ ആയുധങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇരുമ്പുദണ്ട്, ഒപ്പം വടിവാള് തുടങ്ങിയ ആയുധങ്ങളൊക്കെ തന്നെയും കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം ഈ പ്രതികൾ സഞ്ചരിച്ച വാഹനങ്ങളും കണ്ടെത്തേണ്ടതുണ്ട്. ഇതിനുള്ള തെളിവെടുപ്പ് ഇന്ന് നടത്തും. ഒപ്പം കൂടുതൽ ഈ 11 പേരെയും കൂടുതലായി ചോദ്യം ചെയ്യുമെന്നുള്ള ഒരു കാര്യം പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. 11 പേരിൽ 2 പേർ 18 വയസ്സിന് താഴെയുള്ള മൈനറാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ശിക്ഷാ നടപടികൾ അത് ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരമായിരിക്കും ഇവരുടെ ശിക്ഷാ നടപടികൾ നടക്കുക. അതിനൊപ്പം ഇന്ന് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരൂർ ടൗൺ കേന്ദ്രീകരിച്ച ഇന്ന് പ്രതിഷേധ യോഗം നടക്കുന്നുണ്ട്. ഈ പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫാണ് ഉദ്ഘാടനം ചെയ്യുക. വലിയ രീതിയിലുള്ള ഒരു ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് തന്നെ ഈ യൂത്ത് കോൺഗ്രസിന്റെ അക്രമത്തെ ചെറുക്കുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ ഡിവൈഎഫ്ഐ അറിയിച്ചതാണ്. ഇത്തരത്തിൽ പ്രതിഷേധ പരിപാടി ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് നടക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് വി വസീഫാണ് ഈ പ്രതിഷേധ പരിപാടി ഇന്ന് ഉദ്ഘാടനം ചെയ്യുക. അജിംഷാദ. ശരി സുലേഖയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ.